അപ്പോൾ നമുക്ക് ഇന്ന് ചെമ്മീൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം പിടിച്ചാലോ? സംഭവം എളുപ്പമാണ് കേട്ടോ, അതുപോലെ ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രോൺസ് നല്ലോണം ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ നോർമൽ മസാലകളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ സ്ഥിരം കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഉള്ളിയും തക്കാളി, അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു മക്കളുള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ എരിവ് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്നുമില്ല, കടായി എടുക്കുക, അതിനകത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ കുറച്ചും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ, ഒരു പ്രത്യേക കറിക്കൊരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളി ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ അതൊന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. അപ്പം പൊടികൾ കരിയാണ്ടിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെപ്പർ പൗഡറാണ് കുറച്ചധികം ഇടുന്ന നല്ലതാണ്, ടേസ്റ്റ് കുറച്ചും കൂടെ വരും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിട്ട് മൂത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ആ പാത്രം ഒന്ന് കഴുകി അതിൽ വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ, കാരണം മസാലകളൊക്കെ ആ പാത്രത്തിൽ പിടിച്ചിരിക്കുകയായിരിക്കുമല്ലോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പ്രോൺസിന് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് അടച്ച് വെച്ച് പ്രോൺസ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സംഭവം റെഡിയായെന്ന്. ഓൾമോസ്റ്റ് റെഡിയായി, പക്ഷേ ഈ തീർന്നില്ല മക്കളെ, ഇതിനൊരു ടൈലൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചൊരു കറിയൊക്കെ കുറുകി ഒരു സെമി ഗ്രേവി പരുവത്തിലാകുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവുന്നത് കേട്ടോ. അപ്പം അടിപൊളിയായിരിക്കും ആ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആ തേങ്ങയൊക്കെ ചേർത്ത് നല്ല കുറുകി ഒരു സെമി ഗ്രേവി ടൈപ്പായിട്ടുണ്ട്. സംഭവം പൊള്ളിയാട്ടോ. ഞാൻ ഒട്ടും കളയാണ്ടിരിക്കുക, അതിലേക്ക് കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് അതും കൂടെ പാത്രത്തിൽ ആ കടായിൽ കുറച്ച് ചോറിട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ഇട്ട് കഴിച്ചു. സംഭവം പൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.